ഹലോ ഗായ്സ്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓയിലി സ്കിന്നിനും അതുപോലെ തന്നെ നോർമൽ സ്കിന്നിനും പറ്റിയ ബെസ്റ്റ് 3 ഇപ്പൊ കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസേഴ്സ് ആണ്. അതില്ലാതെ ഒന്നെന്ന് പറയുന്നത് പോൺസ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു മോയ്സ്ചറൈസർ ആണിത്. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് നല്ല നല്ല എഫക്റ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും ബേസിക്കലി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ബിക്കോസ് എനിക്ക് ഓയിലി ആൻഡ് സെൻസിറ്റീവ് ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് എന്ത് യൂസ് ചെയ്താലും പെട്ടെന്ന് തന്നെ കുരു വരും. സോ അതുകൊണ്ട് ഞാനത് ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്കത് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ചിലരൊക്കെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു അതിനകത്ത് പിമ്പിൾസും വരുന്നുണ്ടെന്ന്. സോ അത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളത് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് സ്മോൾ പാക്ക് എന്തെങ്കിലും വാങ്ങിച്ച് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. അതല്ലാതെ അതിനകത്ത് ഹൈലോണിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു ബ്ലൂയി ടെക്സ്ചറാണ്. എൻ്റെ ആക്ച്വലി ഫിനിഷ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കാത്തത്. എൻ്റെ അതിൻ്റെ ബോട്ടിൽ ഞാൻ എടുത്ത് കളഞ്ഞു. സോ ഇനി അടുത്തൊരെണ്ണം വാങ്ങിക്കണം. നിങ്ങളത് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ബെസ്റ്റ് മോയ്സ്ചറൈസറാണ്. എൻ്റെ ഓൾ കം ഫേവറേറ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് പോൺസിൻ്റെ ആ മോയ്സ്ചറൈസറാണ്. അതൊരു ഈ പോൺസ് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യണം. വേറെയും പോൺസിൻ്റെ മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്. അത് അല്ലാതുള്ള നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് വേറെ ഉണ്ട്. ഇത് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യും. ഓയിലി സ്കിന്നിന് യൂസ് ചെയ്താൽ മാത്രം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. സോ അപ്പം നെക്സ്റ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇപ്പം വൈറ്റമിൻ സി ആൻഡ് സെറമൈഡിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഡോക്ടർ ഷത്തിൻ്റെയാണ്. ഇതൊരു ബെസ്റ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്. ഇത് ആക്ച്വലി വളരെ സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആയി പോകുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ്. നല്ലതായിട്ട് എഫക്റ്റ് തരുന്നതാണ്. നല്ല സുഖം. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു റിഫ്രഷിങ് ഫീൽ ചെയ്യുന്നത്. ഇതിനൊരു ചെറിയൊരു മണമൊക്കെ ഉണ്ട്, പക്ഷെ അത് വളരെ സൂത്തിങ് ആയിട്ടുള്ളൊരു സ്മെല്ലായതുകൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് ഹാംഫുള്ളായിട്ട് വരത്തില്ല. ഇതിനകത്ത് ആക്ച്വലി 1% വൈറ്റമിൻ സി കോംപ്ലക്സ് സെറമൈഡ് അശ്വഗന്ധയുടെയാണ് അപ്പോൾ ആ സ്മെല്ലെന്ന് പറയുന്നത്. ഡെർമറ്റോളജിക്കലി ഫോമുലേറ്റഡ് ആയിട്ടുള്ള ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. സ്പെഷ്യലി ഓയിലി സ്കിന്നിന് അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇനി അടുത്ത മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ ബി മോയ്സ്ചറൈസറാണ്. ഞാനിവിടെ കൊടുത്തേക്കാം, ചിലപ്പോൾ അത് ക്ലിയർ ആവത്തില്ല. സോ ഇതെന്ന് പറയുന്നതും വിത്ത് വൈറ്റമിൻ ബി 10% ആണ്. മോയ്സ്ചറൈസർ വിത്ത് കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം, ഹൈലോറോണിക് ആസിഡ് ഉണ്ട്, വിറ്റാഡിൻ അടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് ഓയിൽ ഫ്രീ ഫോർ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിൻ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ സ്കിന്നിനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ അടിപൊളി മോയ്സ്ചറൈസർ. ഇപ്പം എൻ്റെ കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫേസിലെ ചെറിയ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഇത് ബ്ലെൻഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു മാറ്റ് ഫിനിഷ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രൈമർ ഫിനിഷാണ് കിട്ടുന്നത്. സൂപ്പറായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. നിങ്ങളിത് വാങ്ങിച്ച് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. പിമ്പിൾ വരത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. പോൺസിൻ്റെ മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. പോൺസിൻ്റെന്ന് മാത്രമല്ല, ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. പിന്നീട് പിമ്പിൾസ് വന്നു എന്നൊരു പരാതി ആർക്കും വരാൻ പാടില്ല. പിമ്പിൾസ് ഉള്ള ഒരു അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.